So അടുത്ത സെക്ഷൻ 9.6 അബ്സല്യൂട്ട് കൺവേർജൻസ് ദ റേഷ്യോ ആൻഡ് ദ റൂട്ട് ടെസ്റ്റ്. സോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയും, അതുപോലെ റേഷ്യോ റൂട്ട് ടെസ്റ്റ് എന്താണെന്ന് പറയും. ഓക്കെ, അബ്സല്യൂട്ട് കൺവേർജൻസ് പേര് ആക്കണ പോലെയാണ്. അബ്സല്യൂട്ട് ആയിട്ട് കൺവേർജ് ചെയ്യുമെന്ന് ഉദ്ദേശിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ, മൂഡ്ലെസ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. സോ ഒരു സീരീസിൻ്റെ തന്നെ മൂഡ്ലെസ് വാല്യൂസ് എടുത്തിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം. So this is absolute convergence series. A series summation an is absolutely convergent if the series summation modulus of an is convergent. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഒരു എ എൻ എന്ന് പറഞ്ഞ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമുകളുടെ എല്ലാം മോഡുലസ് എടുത്തിട്ടുള്ള സീരീസ് എന്തായിരിക്കണം, കൺവേർജൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇഫ് എ എൻ ആർ പോസിറ്റീവ് ആകുമ്പോൾ മോഡുലസ് എ എന്ന് പറയുന്നതും എ എന്ന് പറയുന്നത് എഫക്റ്റീവ് എന്തിനായി മാറും, സെയിം തന്നെയായി മാറും. ഓക്കെ, ഇനി ദ ഷോ ദാറ്റ് ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -1n/n². ഈ സീരീസിനെ കുറിച്ച് എന്താ അറിയുക, ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസാണ്. ഓൾട്ടർനേറ്റീവ് സീരീസിലെ എ എന്ന് പറയുന്നത് നമ്മുടെ -1n/1/1/n² ആണ്. എ എന്ന് പറഞ്ഞ സീക്വൻസ് എന്ന് പറയുന്നത് 1/n² ആണ്. 1/n² എന്ന് പറഞ്ഞാൽ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സീറോയ്ക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. സോ നമ്മുടെ ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇനി ഇതിൻ്റെ മോഡുലസ് ടേംസ് എടുത്താലോ, മോഡുലസ് എടുത്ത് കഴിഞ്ഞാൽ -1/n−1 എന്തായി പോവും, 1 ആയി പോവും അല്ലേ. സോ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എത്ര കിട്ടാൻ പോണത്, 1/n² ആയി മാറും. നമുക്ക് ആൾറെഡി അറിയാം സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n² എന്ന് പറഞ്ഞ സീരീസ് 1/n⁻p എടുക്കുമ്പോൾ p > 1 ആണ്. സോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ സീരീസ് കൺവേർജ് ചെയ്യും നമ്മുടെ പീത്തിൻ്റെ കൺവേർജൻസ് പി സീരീസിന് ഇത് പ്രകാരം. ഓക്കെ, അടുത്ത സീരീസ് ഏതാ, ഷോ ദാറ്റ് ദ ആൾട്ടർനേറ്റീവ് ഹാർമോണിക് സീരീസ് -1/n−1/n. ഈ സീരീസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, നമ്മൾ പഠിച്ച സീരീസുകളിൽ കൺവേർജൻ്റ് അല്ലാത്തൊരു സീരീസാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സമ്മേഷൻ 1/n എന്ന് പറഞ്ഞ സീരീസ് അല്ലേ. ഇവിടുത്തെ ടേമിൻ്റെ മോഡുലസ് എടുത്ത് എന്താ കിട്ടുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n കിട്ടുക. സോ ഇവിടെയാണ് ആ ഡിഫറൻസ് കാണാൻ പോകുന്നത്. എന്താ, ഈ സീരീസിൻ്റെ ഈ സീരീസ് എന്താണ് ഓട്ടോമാറ്റിക്കലി ഏത്, നമ്മുടെ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -1/n−1/n എന്ന് പറഞ്ഞ സീരീസ് കൺവേർജൻ്റ് ആണ്. പക്ഷെ ഇതെന്തല്ല, അബ്സല്യൂട്ട് കൺവേർജൻ്റ് അല്ല. ഓക്കെ, സോ ഇങ്ങനത്തെ സീരീസുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ സീരീസുകളാണ് ഇവർ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. പക്ഷേ എങ്ങനെയാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെയല്ല. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ, ഇത് സാധാരണ രീതിയിൽ കൺവേർജൻ്റ് ആണ്. ഇത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -1/n−1/n എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. പക്ഷെ എന്തല്ല, അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റാണ്. മോഡുലസ് വാല്യൂസ് എടുത്ത് സംവിധ എന്താവില്ല, അത് കൺവേർജൻറ്റ് സീരീസ് ആവില്ല. സോ ഇങ്ങനത്തെ സീരീസിന് പ്രത്യേകം പേര് പറയും, നമ്മളത് വരും വഴിക്ക് കാണും. ദ സീരീസ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. സോ ഇങ്ങനത്തെ സീരീസ് നമ്മൾ പറയാവുന്ന പേരാണ് എന്ത്, ഇതോടെ തന്നെ പറയുന്നു, we say that in the example 2 the harmonic series is not absolutely convergent but the series is convergent. സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷെ അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സീരീസിന് വിളിക്കുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഓക്കെ, കണ്ടീഷണലി കൺവേർജൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു സീരീസ് തന്നിട്ടുണ്ട്, ആ സീരീസ് എന്താണ്, സാധാരണ രീതിയിൽ ആ സീരീസ് എടുത്താൽ കൺവേർജൻ്റ് ആയി വരിക, പക്ഷേ അതിൻ്റെ മോഡുലസ് ടേമുകളുടെ സമ്മടുത്ത് എന്തായി വരിക, അത് കൺവേർജൻ്റ് അല്ലാതെ വരിക. സോ അങ്ങനത്തെ സീരീസിനെ വിളിക്കുന്ന പേരാണെന്ത്, കണ്ടീഷണലി കൺവേർജൻറ്റ്. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് പറയുന്നത് സീരീസ് സമ്മേഷൻ n is conditionally convergent if it is convergent but not absolutely convergent. ഓക്കെ, അടുത്ത തിയറം എന്താ, if a series summation an is absolutely convergent then it is convergent. നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതെല്ലാം. എന്നുകളെല്ലാം റിയൽ നമ്പേഴ്സായി വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ അറൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്പെഷ്യൽ കേസ് പറയണത് എന്ത്, ഇഫ് എ സീരീസ് സമ്മേഷൻ an is absolutely convergent. ഒരു സീരീസ് എടുത്തിട്ട് അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ എന്താണെന്നാണ് പറയണത്, സീരീസ് കൺവേർജൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം, നമുക്കറിയാം മോഡുലസ് വാല്യൂവിൻ്റെ കാര്യം. മോഡുലസ് വാല്യൂ എന്ന് പറയണത് ലെസ് ദാൻ മൈനസ് ഓഫ് മോഡുലസ് ഓഫ് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് an. ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ മോഡുലസ് ഓഫ് an അല്ലെങ്കിൽ an മോഡ് ആഡ് ചെയ്യണം എല്ലാ സ്ഥലത്തും. ഇപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് an 2 ലെസ് ദാൻ ഈക്വൽ മോഡ് an. നമ്മുടെ ഇതിൽ കമ്പാരിസൺ ഉണ്ട്. കമ്പാരിസൺ ആകുമ്പോൾ പോസിറ്റീവ് ടേംസ് വരണം എന്നാണ് പറയാറ്. സോ എല്ലാവരും പോസിറ്റീവ് വന്നിട്ടുണ്ട്. ഇതിൽ an മോഡുലസ് ഓഫ് an കൺവേർജൻ്റ് ആണെങ്കിൽ ആരും കൺവേർജൻ്റ് ആവും, ഈ an-നേക്കാളും വലുതായിട്ടാണ് വരുന്ന വാല്യൂ. സോ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതും കൺവേർജൻ്റ് ആയേ പറ്റുള്ളൂ. അയാൾ കൺവേർജൻ്റ് ആണെങ്കിൽ ആരും കൺവേർജൻ്റ് ആയേ പറ്റുള്ളൂ, സമ്മേഷൻ an എന്ന് പറഞ്ഞ സീരീസും കൺവേർജൻ്റ് ആയേ പറ്റുള്ളൂ.
Now an equal to bn minus modulus of an, we see that summation an equal to modulus summation bn minus summation modulus of an is convergent. ഓക്കെ, സോ ഇവിടെ എന്താ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം മോഡുലസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് യൂസ് ചെയ്തു. മോഡുലസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് യൂസ് ചെയ്തു. അതിൻ്റെ പ്രകാരം എല്ലാത്തിനെയും പോസിറ്റീവ് ടേം ആക്കി മാറ്റി ഇവിടെ നിന്ന് അതിന് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ബി എൻ കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. ആ ബി എന്നെ ഇൻ ടേംസ് ഓഫ് എ എൻ ആക്കി മാറ്റി എഴുതിയിട്ട് എ എൻ്റെ കൺവേർജൻസിനെ കൂടി നമ്മൾ സംസാരിച്ചു. സോ ഇവിടെ എന്താ കിട്ടിയ തിയറം, ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. തിരിച്ചെന്താവണമെന്നില്ല, സീരീസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ സീരീസുകൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജൻ്റ് ആയ സീരീസുകൾ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ -1/n-1/n² എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് സീരീസ്. ഇത് ആൾറെഡി സീരീസ് കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് സീരീസ് എന്തായും ഓട്ടോമാറ്റിക്കലി കൺവേർജൻ്റ് ആയിട്ട് വരുന്നുണ്ടാകും. ഓക്കെ, ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി sin 2n/n². അതെന്താ, sin 2n/n² വാല്യൂ നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി. sin 2n, സൈൻ്റെ വാല്യൂ എപ്പോഴും എന്താ വരിക, സൈൻ്റെ വാല്യൂ 1നും -1ൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. സോ മോഡുലസ് എടുക്കുമ്പോൾ sin 2n 1 - 1 ആയിരിക്കും മാക്സിമം വാല്യൂ. സോ ദിസ് ഈസ് ഇത് എന്താണ്, അത് ലെസ് ദാൻ സമ്മേഷൻ എന്തായി മാറും, സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി 1/n² ആയി മാറും. ഓക്കെ, സമ്മേഷൻ ഈക്വൽ ടു sin 2n/2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² എന്ന് പറയാൻ പറ്റും. ബൈ കമ്പാരിസൺ പി സീരീസ് പ്രകാരം സമ്മേഷൻ 1/n² കൺവേർജ് ചെയ്യും. സോ എന്താണ്, ബൈ പി സീരീസ് ടെസ്റ്റ് പ്രകാരം ഇതും ബൈ കമ്പാരിസൺ പ്രകാരം എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് sin 2n/n² കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താ ഇവിടെ നമ്മൾ കാണിച്ചത്, സീരീസ് സമ്മേഷൻ n = ഇൻഫിനിറ്റി sin 2n/n² കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാനാണ് പോയത്. എന്ത് പറഞ്ഞു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ എന്ത് കാണിച്ചു, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് കാണിച്ചു. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, കൺവേർജൻ്റ് ആണ്. സോ സമ്മേഷൻ n = ഇൻഫിനിറ്റി sin 2n/n² കൺവേർജൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്ത പറയാൻ പോകുന്ന റേഷ്യോ ടെസ്റ്റ് ആണ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് വെച്ച് ഒരു സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എങ്ങനെ പറയാൻ പോകണമെന്നുള്ളതിൻ്റെ ടെസ്റ്റാണ്. സോ ദ തിയറം 2, ദ റേഷ്യോ ടെസ്റ്റ്. സമ്മേഷൻ എ എൻ ബി എ സീരീസ് വിത്ത് നോൺ സീറോ ടേംസ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് എവിടെ ഉപയോഗിക്കുക, നോൺ സീറോ ടേംസ് വരുന്ന രീതിയിലുള്ള സീരീസിലാണ് ഇത് ഉപയോഗിക്കുക. കാരണം സീരീസ് എ എൻ എന്ന് പറഞ്ഞ ടേംസ് ഏതെങ്കിലും സീറോ ആയാൽ റേഷ്യോ എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സീറോ ഡിനോമിനേറ്ററിൽ വന്നാൽ ഡിഫൈൻഡ് ആവില്ല. ഓക്കെ, ലെറ്റ് സമ്മേഷൻ എ എൻ be a series with non-zero terms. If limit n tends to infinity mod an by an equal to L less than 1, then the summation equal to 1 to infinity an converges absolutely. എന്താ പറഞ്ഞിട്ടുള്ളത്, ലിമിറ്റ് n tends to infinity an + 1 by an എന്ന് പറയുന്നത് L എന്ന് പറഞ്ഞൊരു വാല്യൂലോട്ട് വരുന്നുണ്ട്. ആ വാല്യൂ 1-നേക്കാളും ചെറുതാണെങ്കിൽ സമ്മേഷൻ n = 1 to infinity an എന്ന് പറഞ്ഞ കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണെന്നാണ് പറയണത്. ഓക്കെ, ഇവിടെ എന്താ ശ്രദ്ധിക്കുക, ടേമുകൾ എങ്ങനെ ഉണ്ടാവുക, A1 A2 A3 എക്സെട്ര എന്നുള്ള ടേമുകൾ ഉണ്ടാവുക. ഇവെന്താ an + 1 by an ലെസ് ദാൻ L = L ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതായത് പോകും തോറും A1 A2 A3 എക്സെട്ര എന്ന് പോകും തോറും ആ ടേമുകൾ തമ്മിലുള്ള റേഷ്യോ ലെസ് ദാൻ 1 ആയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വാല്യൂസ് an + 1-നേക്കാളും ചെറുതായിട്ട് an + 1-നേക്കാളും വലുതായിട്ട് ആര് വരും, an വരും. അങ്ങനെ പോകുന്ന രീതിയാണ് പറയുന്നത്. ഒരു തരത്തിൽ ഡിക്രീസ് ചെയ്ത് പോകുന്ന സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ an + 1 by an = L ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ് വരുന്നുണ്ടാവുക, an + 1 എന്ന് പറഞ്ഞ വാല്യൂ an-നേക്കാളും വലുതായി വരും. അതായത് ഓരോ ടേം വരുമ്പോഴും വാല്യൂസ് ഇങ്ങനെ കൂടി വരുന്ന സെറ്റപ്പ് ആണെങ്കിൽ ഒട്ടപ്പായിട്ടും ആ സീരീസ് എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഡൈവേർജ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഇനി an + 1 by an = 1 വരുന്ന സിറ്റുവേഷനിൽ നമുക്കത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ഈ ടെസ്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് ആൻഡ് അനദർ ടെസ്റ്റ് വുഡ് ബി യൂസ്ഡ്. ഓക്കെ, സോ റേഷ്യോ ടെസ്റ്റ് വരുമ്പോൾ എങ്ങനെയൊക്കെ പറ്റുക, an + 1 by മോഡുലസ് ഓഫ് an + 1 by an ലെസ് വാല്യൂ വരണം, ലിമിറ്റ് വരണം. ആ ലിമിറ്റിംഗ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്. ലിമിറ്റിംഗ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, അത് ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് ദാറ്റ് എന്താ നമ്മൾ പ്രൂഫാണ് ഇതിൻ്റെ, ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് an + 1 by an = L ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഒരു വാല്യൂ പറയാൻ പറ്റും, ഒരു സം r ആണെന്ന് വിചാരിക്കുക. സോ 0 ലെസ് ദാൻ = L ലെസ് ദാൻ r ലെസ് ദാൻ 1, then there exists an integer n such that modulus of an + 1 by an less than r. For whenever n greater than equal to n, so equivalently modulus of an + 1 less than mod an, നമ്മൾ ആ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് ഗുണിച്ചു, അത്രേ ഉള്ളൂ, n × r. ഓക്കെ, അതുകൊണ്ട് പറയാൻ പറ്റും ആസ് n ടേംസ് എന്നിന് ശേഷമുള്ള ടേംസ് വരുമ്പോൾ എന്തുണ്ടാവും, a ക്യാപിറ്റൽ n + 1 less than an × r. ഇങ്ങനെ ടേംസുകളുടെ കാര്യം പറയാൻ പറ്റും. കാരണം ഈ an വരെ n ലെസ് ദാൻ r ആണ്, n വരെ an + 1 റീപ്ലേസ് ചെയ്യുക. സോ അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
an+2 ലെസ് ദാൻ മോഡുലസ് ഓഫ് an+1 ഇൻറ്റു ആർ. an+1 എന്ന് പറയുന്നത് പക്ഷേ ലെസ് ദാൻ മോഡ് an ഇൻറ്റു ആർ ആണ്. അപ്പോൾ an+1 an ഇൻറ്റു ആർ സ്ക്വയർ ആയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി മോഡുലസ് ഓഫ് an+k ലെസ് ദാൻ മോഡ് an ഇൻറ്റു ആർ റേസ് ടു k ഫോർ k ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി സമ്മേഷൻ എടുക്കുക. സമ്മേഷൻ എടുക്കുന്നുണ്ടാവുക സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity മോഡ് a ഇൻറ്റു ആർ പവർ k എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? മോഡ് an കോമൺ ടൈമായി വരുന്ന രീതിയിൽ 6 ആയി വരുന്ന ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് മാറും അത്, അല്ലേ? ഇനി ജോമെട്രിക് സീരീസിൻ്റെ കൺവേർജൻസ് എങ്ങനെ അറിയാം? ആറിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൺവേർജ് ചെയ്യുന്ന അറിയാം. സോ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതോടുകൂടി എന്തായാലും സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ജോമെട്രിക് സീരീസ് ആണ്, ഇത് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ എന്ത് ഉപയോഗിക്കുക? ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം, ഇവിടെ നിന്ന് കമ്പാരിസൺ പ്രകാരം സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സീരീസിനേക്കാളും ഈ സീരീസിൽ കമ്പാരിസൺ പ്രകാരം ഇയാൾ എന്താണെന്ന് പറയാൻ പറ്റും? കൺവേർജൻ്റ് ആണെന്ന് പറയുകയും ചെയ്യാം, അല്ലേ? ഇത് ജോമെട്രിക്കൽ ഇത് പ്രകാരം ഏത് കൺവേർജൻ്റ് ആണെന്ന് പറയാം? ജോമെട്രിക്കൽ ആസ്പെക്റ്റ് പ്രകാരം ജോമെട്രിക്കൽ സീരീസ് ആയതുകൊണ്ട് ഇയാളുടെ കൺവേർജൻസിനെ കുറിച്ച് പറയാൻ പറ്റും, അല്ലേ? ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് എന്തുകൂടി ഉപയോഗിക്കാം? കമ്പാരിസൺ ടെസ്റ്റ് കൂടി ഉപയോഗിച്ചാൽ ഈ സൈഡിലുള്ള ആൾ കൂടി കൺവേർജൻ്റായി വരുന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. സോ ഇതാണ് രണ്ട് കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. So this less than corresponding terms of geometric series, and by comparison test we can say that summation k equal to 1 to infinity some modulus of an plus k is convergent. അപ്പം എന്ത് കിട്ടി? അതായത് സമ്മേഷൻ k equal to 1 to infinity an plus k എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആര് തന്നെയാണ്? സമ്മേഷൻ n equal to 1 to infinity മോഡ് an തന്നെയാണ്. അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഒഴിവാക്കിയതേ ഉള്ളൂ. നമുക്ക് ആൾറെഡി അറിയാം ഒരു സീരീസിനകത്തുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴിവാക്കിയത് കൊണ്ട് അതിൻ്റെ കൺവേർജൻസിനും ഡൈവേഴ്സിനും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ബാധിക്കാൻ പോകുന്നില്ല. ഇനി സപ്പോസ് ദാറ്റ് ലിമിറ്റ് n tends to infinity b പാർട്ട് മോഡുലസ് ഓഫ് an plus 1 by an equal to l ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ അതിൻ്റെ വാല്യൂ നേരത്തെ എഴുതിയ പോലെ 1 വലിയൊരു വാല്യൂ r ഉണ്ടെന്ന് വിചാരിച്ചു. l greater than 1 ആണ്. മോഡുലസ് ഓഫ് an plus 1 by an greater than 1 എടുത്തു. നേരത്തെ ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ബൈ ഡൈവേർജൻസ് ടെസ്റ്റ് പ്രകാരം എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ഈ nth ടേം എവിടേക്ക് പോകാൻ പോകുന്നില്ല, 0 പോകാൻ പറ്റില്ല എന്ന് അറിയാം. കാരണം മോഡുലസ് ഓഫ് ഈ വാല്യൂസ് നോക്കാം. ഇംപ്ലൈസ് ദാറ്റ് മോഡുലസ് ഓഫ് an plus 1 greater than ആരാ? മോഡ് an ആണ്. ലിമിറ്റ് n tends to infinity an എവിടേക്ക് പോകില്ല, ഇത് ആറിനേക്കാളും വലുതായിട്ടാണ് നിൽക്കാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇത് ഒരു പർട്ടിക്കുലർ വാല്യൂലോട്ട് പോകുന്നില്ല. അതായത് 0 ആര് പോകുന്നില്ല? ലിമിറ്റ് n tends to infinity an എന്ന് പറയുന്നത് എവിടേക്ക് പോകില്ല, 0 പോകില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും. സോ എന്ത് പറയാൻ പറ്റും? സമ്മേഷൻ an is divergent by our divergent test. ഓക്കെ, ഇനി നമ്മൾ സി പാർട്ടിൽ എന്താ പറഞ്ഞത്? സി പാർട്ടിൽ പറഞ്ഞത് ഇത് ലിമിറ്റ് ഈ റേഷ്യോ ടെസ്റ്റ് ലിമിറ്റിംഗ് വാല്യൂ എല്ലിന് 1 വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ നമ്മളെന്താ ചെയ്യുക? ഒരു എക്സാമ്പിൾ കാണിക്കുക, എക്സാമ്പിൾ പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, അല്ലേ? ഇപ്പോൾ സമ്മേഷൻ n equal to 1 to infinity 1 by n എടുത്തു, സമ്മേഷൻ n equal to 1 to infinity 1 by n സ്ക്വയർ എടുത്തു. നമുക്ക് രണ്ടാളെ കുറിച്ച് അറിയാം, അല്ലേ? നമുക്ക് എന്താ അറിയാം? ഈ ആളുടെ കേസിൽ അത് ഡൈവേർജ് ചെയ്യുന്നു, ഈ ആളുടെ കേസിൽ അത് കൺവേർജ് ചെയ്യുന്നു അറിയാം, അല്ലേ? പക്ഷേ റേഷ്യോ ടെസ്റ്റ് എടുത്ത് എന്താണ്ടാവുക? റേഷ്യോ ടെസ്റ്റ് ആദ്യത്തെ കേസിൽ എടുക്കണമെന്ന് വെച്ചാൽ n by n plus 1 വരും. അപ്പോൾ ലിമിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ 1 വരും, അല്ലേ? തിരിച്ച് n സ്ക്വയർ എടുത്താലും എന്തുതന്നെയാണ് വരാൻ പോകുന്നത്? n സ്ക്വയർ എടുത്താലും വരാൻ പോകുന്നത് ലിമിറ്റ് n tends to infinity 1 by 1 plus 1 by n ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. സോ രണ്ട് കേസിലും എല്ലിൻ്റെ വാല്യൂ വന്നത് 1 ആണ്. പക്ഷേ ഒരു കേസിൽ കൺവേർജ് ചെയ്തു, ഒരു കേസിൽ ഡൈവേർജ് ചെയ്തു. സോ റേഷ്യോ ടെസ്റ്റിൽ 1 വന്നു കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് സക്സസ് ആവില്ല. വേറെ ഏതെങ്കിലും ടെസ്റ്റ് വെച്ചിട്ട് വേണം സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ. അടുത്ത ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സമ്മേഷൻ n equal to infinity -1 raised to n minus 1 by n square plus 1 by 2 raised to n is absolutely convergent, conditionally convergent or divergent എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. സോ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആദ്യം ഉപയോഗിക്കണം. an ആരാ? -1 raised to n minus 1 by n square plus 1 into 2n ആണ് തന്നിട്ടുള്ള വാല്യൂ, അല്ലേ? ലിമിറ്റ് എടുത്ത് an plus 1 by n എടുത്തുണ്ടാവുക -1 raised to n plus 1 whole square plus 1 by 2n plus 1 into 2n by -1 raised to n minus 1 into n square plus 1. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ലിമിറ്റ് n tends to infinity 1 by 2 into n square plus 2n plus 1 by n square plus 1. n square മൊത്തത്തിൽ കോമൺ എടുക്കുക. ഇതിൽ നിന്നും n square മൊത്തത്തിൽ കോമൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക. സോ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 1 by 2 കിട്ടും, അല്ലേ? n സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ അവിടെ 1 വരും, ഈ പൊസിഷനിൽ 2 by n വരും, ഈ പൊസിഷനിൽ 2 by n സ്ക്വയർ വരും, ഇവിടെ 1 വരും, ഇവിടെ 1 by n സ്ക്വയർ വരും. ലിമിറ്റ് കൊടുക്കുമ്പോൾ അതൊക്കെ 0, 1 by n ആയിട്ടുള്ള 1 by n സ്ക്വയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ 0 ആക്കി പോകും, ബാക്കിയുള്ള 1 മാത്രം ബാക്കി വരും. സോ ലിമിറ്റിംഗ് വാല്യൂ 1 by 2 ആണ് വന്നത്. 1 by 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ബൈ റേഷ്യോ ടെസ്റ്റ് പ്രകാരം എന്ത് പറയാൻ പറ്റും? ദ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയാം. Determine whether the series summation n equal to infinity n factorial by n raised to n is convergent or divergent.
അല്ലേ? എ എൻ ഈക്വൾ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ റേസ് ടു എൻ ആണ്. റേഷ്യോ ടെസ്റ്റ് എടുക്കുക, എന്താ വരിക? എ എൻ പ്ലസ് വൺ ബൈ എ എൻ എടുത്തു. അപ്പോൾ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ പവർ എൻ പ്ലസ് വൺ എൻ റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്ത് കിട്ടി? ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എൻ ബൈ എൻ പ്ലസ് വൺ ഹോൾ പവർ എൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂവിനോട് അടുത്തിട്ടാണ് വരാൻ പോകുന്നത്. സോ ദിസ് ഈസ് 1 ബൈ എൻ പ്ലസ് വൺ ബൈ ഹോൾ പവർ എൻ ആക്കി മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്തായി മാറും? ഇത് 1 ബൈ ഇനോട് സമമായി മാറും അല്ലേ? ഇവിടെയുള്ള ലിമിറ്റ് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ലിമിറ്റ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാനുള്ള കാരണം എന്താ? ബൈ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണേ. ഓക്കെ, 1 ബൈ ലെസ് ദാൻ 1 ആണ്. സോ ബൈ റേഷ്യോ ടെസ്റ്റ് പ്രകാരം എന്താ പറയാൻ പറ്റുന്നത്? കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തെന്താ? ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity minus 1 raised to n by n factorial by 3 raised to n is absolutely convergent or conditionally convergent or divergent ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ a ൻ്റെ വാല്യൂ എത്രയാണ്? -1 raised to n by n factorial divided by 3n ആണ്. അത് എഴുതി നമ്മൾ a n പ്ലസ് 1 ബൈ a n എടുത്ത് എഴുതി. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 3n പ്ലസ് 1 ഒരു 3 ബാക്കി വരും. ഇവിടെ -1 raised to -1 raised to -1 ബാക്കി വരും. മോഡുലസ് എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. n ഫാക്ടോറിയൽ n പ്ലസ് 1 ബാക്കി n പ്ലസ് 1 മാത്രമേ ബാക്കി വരുള്ളൂ. സോ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ 3 വരും. ആസ് n ടെൻസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിക്ക് പോവും. സോ ബൈ റേഷ്യോ ടെസ്റ്റ് പ്രകാരം എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഇവിടെ രണ്ടാമത് അതിൻ്റെ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് 0ക്ക് പോകുന്നില്ല എന്ന് കാണിച്ചിട്ട് മതി. അത് ഡൈവേർജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചാലും മതി എന്നുള്ളതാണ് പറയണത്. ഓക്കെ, സോ അടുത്ത പറയാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.